അസ്സലാമു അലൈക്കും. വിശ്വാസികളേറെ പവിത്രമായിട്ട് കരുതുന്ന ഒരു ജലമാണ്, പുണ്യതീർത്ഥമാണ് സംസം വെള്ളം. സംസം വെള്ളത്തെക്കുറിച്ച് ഒരു വിശ്വാസിക്കും സംശയമില്ല. അത് പരിശുദ്ധമായ വെള്ളമാണ്, രോഗശമനമാണ്. ഇത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ടോ? വിശ്വാസികളുടെ ഈ വിശ്വാസങ്ങൾക്കപ്പുറം ഇതിന് ശാസ്ത്രീയമായ മാനങ്ങളുണ്ടോ? എത്ര സംസം വെള്ളം കിണറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അത് ശുദ്ധീകരിച്ചിട്ടാണ് ബോട്ടിലുകളിലായിട്ട് സൗദി ഗവൺമെൻറ് വിതരണം ചെയ്യുന്നത്. അല്ലാതെ നേരിട്ടിട്ട് ആ സംസം കിണറ്റിൽ നിന്ന് എടുത്ത് ശുദ്ധീകരിക്കാതെ കൊടുക്കുന്നില്ല. അപ്പോൾ സംസം വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ, സംസം വെള്ളത്തിന് രോഗശമനമുണ്ടെങ്കിൽ, പിന്നെ എന്തിനാണ് സൗദി ഗവൺമെൻറ് ഫിൽട്ടർ ഉപയോഗിച്ച് ജലശുദ്ധീകരണശാല ഉപയോഗിച്ചിട്ട് ഈ ഒരു സംസം വെള്ളം ഇങ്ങനെ ശുദ്ധീകരിച്ച് കുപ്പികളായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സംസം വെള്ളത്തെക്കുറിച്ച് 2011 BBC ഒരു പഠനം നടത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം സംസം വെള്ളത്തിൽ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതായിരുന്നു. ഏറെ വലിയ തെറ്റിദ്ധാരണക്കും അതേപോലെ വിവാദത്തിനും കാരണമായിരുന്നത്. എന്തുകൊണ്ടായിരിക്കാം BBC പോലെയുള്ള ഒരു ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമത്തിന് സംസം വെള്ളത്തെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് ആ സംസം വെള്ളം വിഷാംശമുള്ളതാണ് എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ ഈ അടുത്തൊരു വാർത്ത കണ്ടിരുന്നു. ഷാർജയിൽ അനധികൃതമായി സംസം വെള്ളം വിറ്റൊരാളെ പിടികൂടിയെന്നായിരുന്നു ആ വാർത്ത. ഏകദേശം മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ആ സംഭവം കഴിഞ്ഞിട്ട്. അതായത് സംസം വെള്ളം എന്ന പേരിൽ ലോകത്താകമാനം വ്യാജ വെള്ളങ്ങൾ വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരാളെയാണ് ഷാർജയിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് പിടികൂടിയത്. സത്യത്തിൽ ഈ BBC പഠനത്തിന് ഉപയോഗിച്ച വെള്ളം യഥാർത്ഥ സംസം വെള്ളം തന്നെയാണോ? സൗദി ഗവൺമെൻറ് പറയുന്നൊരു കാരണം ഇത് യഥാർത്ഥ സംസം വെള്ളമായിരുന്നില്ല, ഇത് വ്യാജ സംസം വെള്ളമായിരുന്നു പരിശോധനയ്ക്ക് കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സംസം വെള്ളത്തിൻ്റെ ചരിത്രങ്ങൾ എന്താണെന്നുള്ളത്. ഈ ഒരു BBC റിപ്പോർട്ടിനെ കുറിച്ചിട്ട് അറബ് മാധ്യമങ്ങൾ പിന്നീട് BBC തന്നെ ഈ പുറത്തു കൊണ്ടുവന്നൊരു കാര്യം, ഞങ്ങൾ പരിശോധിച്ച സംസം വെള്ളം ഒരു പക്ഷേ അനധികൃത പാക്കിങ്ങിൽ നിന്നാവാം, യഥാർത്ഥ സംസം വെള്ളമാണ് ഞങ്ങൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും വിഷാംശങ്ങൾ അടങ്ങിയത് എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. അതോടുകൂടിയാണ് ആ വിവാദം അവസാനിച്ചത്. ലോകത്തൊരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ, ആധുനിക ശാസ്ത്രീയ പഠനങ്ങളൊക്കെ നടത്തിയപ്പോഴും അതിലൊക്കെ സംസം വെള്ളം പരിശുദ്ധമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സംസം വെള്ളം കുടിക്കാനൊരു മാതൃകയുണ്ട്. സംസം വെള്ളം മക്കയിലും മദീനയിലുമായിട്ട് വിശ്വാസികൾക്ക് യഥേഷ്ടം കൊടുക്കുന്ന ഒന്നാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംസം വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ഇതിലേതെങ്കിലും ആളുകൾ സംസം വെള്ളം ഒരിക്കലെങ്കിലും കുടിക്കാത്ത ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഹജ്ജിന് പോയ ആളുകളിൽ നിന്നോ ഉംറക്ക് പോയ ആളുകളിൽ നിന്നോ ഒരു ഇറുക്ക് വെള്ളമെങ്കിലും കുടിക്കണം. അതൊരു ബർക്കത്താണ്. നമ്മുടെ ആ ആശയങ്ങളിലേക്ക് ആ വെള്ളം എത്തിക്കഴിഞ്ഞാൽ തന്നെ വിശ്വാസപരമായിട്ടൊരു ബർക്കത്താണ്. ഇപ്പം എങ്ങനെയാണ് വിശ്വാസപരമായിട്ട് ഈ ബർക്കത്ത് കിട്ടുക എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഫെയ്ത്താണ്. നമ്മളൊരു കാര്യം വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. സംസം വെള്ളം ഒരുപാട് പേർക്ക് രോഗശമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സംസം വെള്ളം കൊണ്ടുണ്ടായ അത്ഭുത അനുഭവങ്ങൾ, എനിക്ക് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞ സന്ദർഭമുണ്ട്. തീരെ വയ്യാതെ കിടക്കുമ്പോൾ, നാട്ടിൽ വയ്യാതെ കിടക്കുന്ന സമയത്ത് സംസം വെള്ളം കുടിച്ചപ്പോഴാണ് വലിയ ആശ്വാസമുണ്ടായത്. ഉംറക്ക് പോയ ഒരു ഉമ്മ പറഞ്ഞൊരു അനുഭവമുണ്ട്. തീരെ വയ്യാൻ തോന്നി, നടന്ന് ഒരുപാട് ക്ഷീണമുണ്ടായി. പക്ഷേ സംസം വെള്ളം കുടിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ആ ക്ഷീണം മുഴുവനും പമ്പ കിടക്കുന്നു. അപ്പോൾ സംസം വെള്ളത്തിന് ചെടികൾക്ക് നനക്കാനും ആ രീതിയിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള, അതിനൊക്കെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരു വെള്ളമാണ്. പക്ഷെ നമ്മളാരും സംസം വെള്ളം കൊണ്ടുവന്നാൽ 5 ലിറ്റർ വെള്ളമാണ് നമുക്ക് അനുവദിക്കപ്പെടുന്ന ഒരു വെള്ളം. അത് കൊണ്ടുവന്നിട്ട് ആരും സംസം വെള്ളം നമ്മളങ്ങനെ ചെടിക്ക് നനക്കാറില്ല. പക്ഷെ അത് ആ രീതിയിലുള്ള അനുഭവങ്ങളുണ്ട്. എത്ര വർഷം പഴക്കമുണ്ട് ഈ സംസം വെള്ളത്തിൻ്റെ കിണറ്റിനെന്നറിയോ? ഒരു 4000 വർഷത്തിലധികം പഴക്കമുണ്ടാവില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അതായത് ഇസ്മായിൽ നബി ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അതിൻ്റെ കാലിട്ടടിച്ചെടുത്തുന്നുണ്ടായ വെള്ളമല്ലേ സംസം വെള്ളം? അത് എന്നിട്ട് സംസം എന്ന് പറഞ്ഞാൽ നിൽക്കൂ, മതി എന്നൊക്കെയാണ് അർത്ഥം. അത് ഒരു പക്ഷേ അന്ന് ഹാജറ ബീവി അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മക്ക ഒരു വിവിധ മലകൾക്കിടയിലൊരു താഴ്വരയില്ലേ, ആ താഴ്വര മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞ് ഒരു പുഴയായി മാറിയേനെ എന്നാണ് ഹബീബായ നബി നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ആ ഒരു വെള്ളം അത്രയും നൂറ്റാണ്ടുകളോളം ജനങ്ങൾക്ക് ജലസ്രോതസ്സായിട്ട് മാറിയൊരു വെള്ളമാണ്. പക്ഷേ പിന്നീട് അവിടെ കിണറുകൾ ഉണ്ടാക്കിയത് കൊണ്ട് ഈ സംസം വെള്ളം മൂടിക്കിടന്നു. അതാരും ഉപയോഗിക്കാതെ വേസ്റ്റ് കൊണ്ടിട്ടു. അങ്ങനെ സംസം വെള്ളം ഉപയോഗശൂന്യമായി. പിന്നീട് ഹബീബായ നബിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്താണ്, പിന്നീട് അബ്ദുൽ മുത്തലിബ് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായിരിക്കുന്ന സമയത്താണ് ഈ ഒരു കിണർ വീണ്ടും ശുദ്ധീകരിച്ച് പുറത്തെടുക്കുന്നത്. അറിയില്ലായിരുന്നു അറബികൾക്ക് എവിടെയായിരുന്നു ആ കിണർ എന്നുള്ളത്. ഇപ്പോൾ ഒരു 2 ജന്മമുണ്ട് ഈ സംസം വെള്ളത്തിൻ്റെ, ഈ ഒരു സംസം കിണറിന് എന്നുള്ളതാണ്. അവിടെ നിന്ന് വീണ്ടും അതിൻ്റെ കയ്യാളുകളായിട്ട് കുറേശ്ശികളായിട്ട് മാറി. പിന്നീട് മക്കയിലൊക്കെ നമ്മൾ ഉംറയൊക്കെ നമ്മൾ തവാഫൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കിണർ കാണുമായിരുന്നു. സംസം ഒരു കിണറായിട്ട് തന്നെ പൊതു പ്ലാറ്റ്ഫോമില്ലാതെ മതാഫിൽ കാണുമായിരുന്നു. പിന്നീട് സൗദി ഗവൺമെൻറ്റാണ് അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് അതൊക്കെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് കിണർ മാറുന്നത്.
ഇന്ന് കിണറിൻ്റേതാണെന്ന് കാണിക്കുന്ന പല വീഡിയോകളും വ്യാജമാണ്. അതായത് ഒരുപാട് വെള്ളം ഇങ്ങനെ പാല് പോലെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ രീതിയിലായിട്ട് പല വീഡിയോസുകളും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അതൊക്കെ വ്യാജ വീഡിയോകളാണ് എന്നുള്ളതാണ്. ഏതായാലും സംസം വെള്ളം എന്നുള്ളത് വിശ്വാസി ഒരിക്കലെങ്കിലും കുടിക്കേണ്ടുന്നൊരു വെള്ളമാണ്. നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം സംസം വെള്ളം സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട്. ഇപ്പോൾ മിക്ക വീടുകളിലുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അത്തരം അനുഭവങ്ങളുള്ള സംസം വെള്ളം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച അനുഭവങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ പറയൂ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ സുഖമില്ലാതെയാകുമ്പോഴൊക്കെയാണ് ആ വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും കാലം നമ്മളൊരു കുപ്പി വെള്ളത്തിൽ അടച്ചു വെച്ചിട്ടും ഇതിനൊരു കുഴപ്പവും വരില്ല എന്നുള്ളതാണ്. സാധാ വെള്ളത്തിനേക്കാൾ ഇച്ചിരി കട്ടി കൂടിയൊരു വെള്ളമായിട്ടാണ് സംസം വെള്ളം ഫീൽ ചെയ്യുക. ആധുനിക പഠനങ്ങൾ പറയുന്നത് സംസം വെള്ളം മറ്റു പാനീയം പോലെ തന്നെ സുരക്ഷിതത്വവും ഗുണനിലവാരമുള്ളത് എന്നുള്ളതാണ്. ചില പഠനങ്ങളിൽ അതിന് ഒരുപാട് എന്താ പറയുക, മറ്റു വെള്ളത്തിൻ്റെ ഘടകങ്ങളിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിലും അതിന് വളരെ വലിയ പരിശുദ്ധി ഉണ്ട് എന്നുള്ളത് പരിശോധനകളിൽ, ആധുനികമായ ടെക്നിക്കൽ പരിശോധനകൾ തെളിഞ്ഞൊരു സാധനമാണ്. പിന്നെ സൗദി ഗവൺമെൻറ് ഇത് സംസം വെള്ളമാണെങ്കിലും അത് ശുദ്ധീകരിച്ചിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അത് അതിൻ്റെ ഒരു ഭൗതികമായ ഒരു പ്രത്യേകത, ഒരു വിശുദ്ധി അവർ സൂക്ഷിക്കാറുണ്ട്. അതായത് ആത്മീയമായിട്ട് ഈ വെള്ളത്തിന് ഒരുപാട് പുണ്യവും പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിലും അത് ആളുകൾക്ക് ബോട്ടിൽ വഴി കൊടുക്കുമ്പോൾ ഈ ബോട്ടിലിൽ ഇതൊരുപാട് ദിവസങ്ങൾ ഇരിക്കണ്ടേ. നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് നേരെ സംസം വെള്ളം കിണറ്റിൽ നിന്ന് വാരിക്കോരി കുടിക്കല്ലോ. നമ്മളിതൊരു ബോട്ടിലാക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ആ വെള്ളത്തിൻ്റെ പരിശുദ്ധി, അതിൻ്റെ ഒരു ഭൗതികപരമായ അതിൻ്റെ ഒരു കേട് വരാതിരിക്കാൻ വേണ്ടി ഫിൽട്ടർ ചെയ്തിട്ടാണ് വിശ്വാസികൾ കൊടുക്കുന്നത്. മക്കയിലും മദീനയിലും ഒക്കെ ഉള്ള ആളുകൾ എത്ര നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് ആളുകൾ വന്ന് വെള്ളം കുടിച്ചിട്ടും തീരാത്ത ലോകത്തിൻ്റെ അത്ഭുതമായ ജല ഉറവയാണ് സംസം വെള്ളം. പടച്ച റബ്ബേ, അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ കോടിക്കണക്കിന് വിശ്വാസികൾ ഉണ്ടായിരിക്കും. ഈ ഒരു കഴിഞ്ഞ ഹജ്ജിനൊക്കെ പോയിട്ട് ഇപ്പോൾ ഉംറയുടെ സമയമാണൊക്കെ പോയിട്ട് ആ സംസം വെള്ളം മതിവരോളം കുടിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ, നമ്മളൊക്കെ ആരെങ്കിലും നമുക്ക് സമ്മാനമായിട്ട് തരുന്ന സംസം വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഉംറക്ക് പോയിട്ടോ ഹജ്ജിന് പോയിട്ടോ വല്ലപ്പോഴും ഒരു ബോട്ടിൽ തരുമ്പോൾ ഒരു തരിമ്പ് വളരെ കുഞ്ഞൊരളവിൽ മാത്രം കുടിച്ചിട്ടാണ് നമ്മൾ സംസം വെള്ളത്തിൻ്റെ പൂതി തീർത്തിട്ടുള്ളൂ ഈ പറയുന്ന ഞാൻ. പക്ഷേ അവിടെ പോയിട്ട് മതിവരോളം വാരി കുടിച്ച അനുഭവങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. മാഷാ അല്ലാ, എന്തൊരു മഹാഭാഗ്യവാന്മാരാണ് അവർ. കുടിച്ച വെള്ളം ഏത് വെള്ളമാണെന്ന് ആലോചിച്ച് നോക്ക്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലിട്ടടിച്ചു കൊടുത്തുനിന്ന് ഉറവ പെട്ടിയ ആ വെള്ളം, മരുഭൂമിയിലെ വെള്ളം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും 4000-5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലക്കാത്ത നീരുറവ, അതിൻ്റെ ബാക്കിപാത്രമാണ് നമ്മൾ കുടിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഈമാനികമായിട്ട് ആവേശത്തിലാവും. ഇപ്പോൾ BBC ഇങ്ങനെയൊരു പഠനം നടത്തിയത് തെറ്റായ സംസം വെള്ളം കൊണ്ടായിട്ടാണ്. അല്ലാതെ സംസം വെള്ളത്തിനൊരു കുഴപ്പമില്ല. ഈ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഒരു നിശ്ചിത അളവിനപ്പുറം സംസം വെള്ളം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതിന് അവർക്ക് അവരുടേതായ വിമാന കമ്പനികൾക്ക് ന്യായങ്ങളുണ്ടാവും. പക്ഷേ സംസം വെള്ളം കൊണ്ട് ലോകത്ത് ഒരുപാട് പേർക്ക് അത്ഭുതപ്പെടുത്തുന്ന രോഗശമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. മാഷാ അല്ലാ, നമുക്കത് ഈ വീഡിയോയിൽ നിങ്ങൾ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്കും അതൊരു ഈമാനികമായ ഒരു ആവേശമാണ്. ഇപ്പോൾ സംസം വെള്ളത്തിനോടൊക്കെ വിയോജിപ്പുണ്ടാക്കണം, അതൊക്കെ ഏത് കാലത്ത് ബോട്ടിലുള്ള വെള്ളം, അങ്ങനെയൊക്കെ ഒരു കിണർ തന്നെ ഇല്ല എന്ന് കരുതുന്ന വിഡ്ഢികളായ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു പക്ഷേ ലോകത്ത് ഇത്രയധികം പഴക്കമുള്ളൊരു കിണർ, ഉപയോഗിക്കുന്ന കിണർ കേട്ടോ, നൂറ്റാണ്ടുകളുടെ മുമ്പിൽ പഴക്കമുള്ള കിണർ എന്നൊക്കെ പറഞ്ഞ് കിണർ കാണിച്ചതിന് കാര്യം, ഇന്നും അതിൽ ജലസമൃദ്ധിയുള്ള, അതിൻ്റെ വെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ലാത്ത, ആ വെള്ളം കോടിക്കണക്കിന് വിശ്വാസികൾ യൂസ് ചെയ്യുന്നൊരു വെള്ളം ഒരു പക്ഷേ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ലോകത്തൊരു വെള്ളവും എന്ത് ചെയ്യില്ല, ഇതുപോലെ ഉണ്ടാവില്ല. ഏതായാലും സംസം വെള്ളം മതിവരോളം കുടിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും. ഏതായാലും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം. അപ്പോൾ സംസം വെള്ളത്തെക്കുറിച്ച് ഒരാളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ കാരണം, സംസം വെള്ളത്തിൻ്റെ പരിശുദ്ധിയില്ല, അതിൽ വിഷാംശമുണ്ടെന്നുള്ള BBC പഠനമുണ്ട്. അത് വ്യാജമാണ്. അത് ഏത് രീതിയിലാണ് അത് വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാത്തതിന് അതൊരു പ്രചരണം വേണ്ടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സംസം വെള്ളം എപ്പോഴും പരിശുദ്ധമാണ്. അതൊരു രോഗശമനമാണ്. നിങ്ങളുടെ അനുഭവങ്ങളൊന്നും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.